നമസ്കാരം. വരാനിരിക്കുന്ന മാസങ്ങളിൽ നമ്മുടെ രാജ്യത്ത് മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാൻ പോവുകയാണ്. ബീഹാറിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ രാജ്യത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിറസാന്നിധ്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ നിറസാന്നിധ്യം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, BJP കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അധികാരത്തിലെത്തിയത് വോട്ടിൽ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ കയ്യിലെടുത്തുകൊണ്ട് വോട്ട് കൃത്രിമം നടത്തിയിട്ടാണെന്നുള്ള രീതിയിലേക്ക് ലക്ഷക്കണക്കിന് വോട്ടുകൾ BJP അനധികൃതമായിട്ട് നേടിയെടുത്തു എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള എവിഡൻസ് കോടതിയിൽ എത്തിക്കാനോ ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിലേക്ക് എത്തിക്കാനോ രാഹുൽ ഗാന്ധിക്കോ രാഹുൽ ഗാന്ധിയുടെ കൂട്ടാളന്മാർക്കോ പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല. പക്ഷെ ഈ സമയത്ത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക, ഈ വോട്ട് ചോറി എന്ന് പറയുന്ന ഒരു യാത്രയടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൈംസ് നൗ ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 17 വരെ നടത്തിയിട്ടുള്ള അവരൊരു സർവേയുടെ അടിസ്ഥാനത്തിൽ 243 സീറ്റുകളുള്ള ബീഹാറിൽ 136 സീറ്റുകളും നേടി NDA അധികാരത്തിൽ എത്തുമെന്നാണ് സർവേയുടെ റിപ്പോർട്ടുകൾ വരുന്നത്. ഇത് കാണുന്ന സമയത്ത് കോൺഗ്രസ്സുകാർക്കും രാഹുൽ ഗാന്ധിക്കൊക്കെ നെഞ്ച് തകരുന്ന തരത്തിലേക്കുള്ള ഒരു സംഭവമാണ് അവരുടെ ഹൃദയത്തിലേക്ക് എത്തുന്നത്, ഒരു സംശയമില്ല. അപ്പൊ ഇതുപോലെയുള്ള വെറും ഒരു ബുദ്ധിയോ അല്ലെങ്കിൽ ഒരു ബോധമോ ഒരു സാമാന്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധമോ വിവേകമോ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്നതെന്ന് വീണ്ടും 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 ജനങ്ങളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിലേക്കുള്ള ഒരു റിസൾട്ടാണ് ബീഹാറിൽ നിന്ന് വരാൻ പോകുന്നത്. എന്തൊരു പരാജയം, എന്തൊരു തോൽവിയായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കി. 136 സീറ്റുകളുമായിട്ട് NDA അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇപ്പോഴും ബീഹാറിൽ BJP ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. നിലവിൽ JDUവിന്റെ മുഖ്യമന്ത്രിയാണുള്ളതെങ്കിൽ പോലും ആ NDA സംവിധാനത്തിൽ നോക്കുന്ന സമയത്ത് BJP ആണ്, അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും കൂടുതൽ സീറ്റുകളുടെ ഒരു എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് NDA തന്നെ BJP ആണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. ഇത്തവണ BJP 100ലേക്ക് എത്തിക്കാനാണ് സാധ്യത. നമ്മൾ ആലോചിച്ച് നോക്കും, എത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തന സംവിധാനങ്ങളുമായിട്ടാണ് BJP നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ഒരു നിസ്സംശയം തന്നെ പറയും. ഇപ്പോ കേരളത്തിലേക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഈ രാജ്യത്തെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇവിടെ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എല്ലാവരും വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലും ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എത്രയോ ബൂത്തുകളിലാണ് ഒരു ബൂത്ത് ഏജന്റ് പോലും ഇല്ലാതിരുന്നത്. ഒരു ബൂത്ത് കെട്ടിയിരുന്ന് അവിടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ പോലുമുള്ള കപ്പാസിറ്റി ഇല്ലാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് 65 വർഷം നമ്മുടെ രാജ്യം ഭരിച്ച കോൺഗ്രസ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം മാറിപ്പോയി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അനുഭവിച്ചത്. ഇത്രയും സംഘടനാ സംവിധാനമുള്ള കേരളത്തിൽ പോലും VD സതീശൻ അടക്കമുള്ള എത്ര അല്ലെങ്കിൽ K സുധാകരൻ അടക്കമുള്ള എത്ര കോൺഗ്രസ്സുകാർ എത്ര വർഷം കേരളത്തിൽ കോൺഗ്രസ് ഭരിച്ചു. ഇപ്പോ ബീഹാറിന്റെ ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചു. ഇപ്പൊ ഇത് കേരളത്തിൽ ഇങ്ങനെ ആണ് സംഭവമെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ബീഹാറിൽ കോൺഗ്രസ് ഭരിച്ചിട്ടില്ല. എത്രയോ വർഷങ്ങൾക്ക് മുന്നാണ് കോൺഗ്രസ് ബീഹാറിൽ ഭരിച്ചിരിക്കുന്നത്. 10-35 വർഷമായിട്ട് അവിടെ നിതീഷ് കുമാർ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് അവിടെ ഭരണങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടുവരുന്നത്. അപ്പോ ഒരു സംഘടനാ സംവിധാനവും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ കാണുന്ന സമയത്ത് ചെറിയ കുറച്ച് ആളുകൾ ആളുടെ പുറകെ റോട്ടിലൂടെ ഓടി നടക്കുന്നെന്ന് പറയും. ഇതാണ് ബീഹാറിൽ കോൺഗ്രസിന്റെ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം, അല്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് നിൽക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് ടൈംസ് നൗ എന്ന് പറയുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനം വെക്കുന്ന ഒരു കണക്കാണ് ഈ പറയുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കണം. അപ്പോ ഇത്രയ്ക്ക് വലിയ രീതിയിൽ സംഘടനാ സംവിധാനത്തോടു കൂടി പ്രവർത്തിക്കുന്ന BJP തൃശ്ശൂര് പാർലമെന്റ് മണ്ഡലത്തിൽ അനധികൃതമായിട്ട് വോട്ടുകൾ ചേർത്തു എന്നാണ് പറയുന്നത്. BJP ഏകദേശം ഒരു 70,000 മുതൽ 80,000 വരെ വോട്ടുകൾ ചേർത്തു എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യം, ഒരു സംശയവും വേണ്ട. അവർ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവായിട്ട് തന്നെ കാണണം. കാരണം ഒരു വോട്ട് ചേർക്കുക എന്നുള്ളത് ഒരു നിസ്സാരമായിട്ടുള്ള കാര്യം. അതിന്റെ പുറകിൽ കുറച്ച് കലാപരിപാടികളുണ്ട്. വോട്ട് ചേർക്കുന്ന ആളുടെ ആധാറിന്റെ കോപ്പി അടക്കമുള്ള റേഷൻ കാർഡ് അടക്കമുള്ള പ്രധാനപ്പെട്ട അവന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഫോട്ടോ അടക്കമുള്ള സംഭവങ്ങൾ വാങ്ങിക്കുകയും
അതോടൊപ്പം തന്നെ ഇത് വോട്ടർ പട്ടികയുടെ ലിസ്റ്റിലേക്ക് അപേക്ഷിച്ചുകൊണ്ട് ഉള്ള അതിനുശേഷമുള്ള സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇതാരാണ് ഈ വ്യക്തി എന്നുള്ളതിനെ നേരിട്ട് ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഈ വ്യക്തിയെ അവിടെ ഹാജരാക്കുകയും എല്ലാ സംഭവങ്ങളൊക്കെ ചെയ്യണം. ഇതിനൊക്കെ ശേഷമാണ് ഒരു വോട്ട് ചേർക്കാൻ സാധിക്കുക. അപ്പൊ ഇത്രയും വോട്ടുകൾ അവിടെ ചേർക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കഴിവാണ്, അവരുടെ സംഘടനാ സംവിധാനമാണ്. അവർക്ക് കൃത്യമായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ, നമ്മൾ ഈ എണ്ണയിട്ട യന്ത്രമായിട്ട് ഇങ്ങനെയുള്ള ഈ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന്റെ ആളുകളാണ് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത് എണ്ണയിട്ട്. ഇപ്പൊ അവർ എണ്ണയിട്ട യന്ത്രം, എണ്ണയില്ലാത്ത യന്ത്രമാണ് അവരെല്ലാം. ആ എണ്ണയില്ലാത്ത യന്ത്രമായതിന്റെ പേരിലാണ് LDF സ്ഥാനാർത്ഥിയായിട്ട് തൃശ്ശൂരിൽ മത്സരിച്ച VS സുനിൽകുമാർ അടക്കമുള്ള ആളുകളുടെ ബൂത്തിൽ പോലും വളരെ വലിയ പ്രതിസന്ധി. ഏകദേശം 14-15 വോട്ടിനാണ് ആള് ആ ബൂത്തിൽ ലീഡ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ 16 വാർഡുകളിൽ 15 വാർഡുകളിൽ സുരേഷ് ഗോപി ഒന്നാം സ്ഥാനത്ത്. എങ്ങനെ ഇവിടെയൊക്കെ കള്ളവോട്ട് ചേർത്തിട്ടുണ്ടോ? ഇവിടെയൊക്കെ ഈ പറയുന്ന അന്തിക്കാട് പഞ്ചായത്തിൽ ഒരു 10 ഫ്ലാറ്റ് കാണിച്ചു തരാൻ സാധിക്കുമോ? ഒരു 10 ഫ്ലാറ്റ് അന്തിക്കാട് പഞ്ചായത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ? അപ്പോൾ ഇത് നുണ പറയുന്നതിന് ഒരു അടിസ്ഥാനപരമായിട്ടൊരു അല്പമെങ്കിലും ഒരു ഉളുപ്പ് വേണം. ഈ ഉളുപ്പില്ലാത്ത ആളുകളുടെ വിഷയമാണ് ഇപ്പോ ബീഹാർ ഇലക്ഷനിൽ കാണാൻ പോകുന്നത്. എന്താണ് ബഹളം? പൂർണ്ണമായി വോട്ട് ചോറി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ടൂലർമ വരുന്നു, ചേച്ചിനെ പിടിച്ച് ബാക്കിൽ, അനിയത്തിയോ ചേച്ചിയോ നമ്മുടെ പ്രിയങ്ക ഗാന്ധിയെ പിടിച്ച് വേണ്ടി ബാക്കിൽ ഇരുത്തുന്നു, ചിലവർ വന്ന് കെട്ടിപ്പിടിക്കുന്നു, ബഹളം വെക്കുന്നു, നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ബുക്ക് എടുത്ത് പൊക്കി കാണിക്കുന്നു. ഇങ്ങനെയുള്ള കലാപരിപാടികൾ, നാടകങ്ങളൊക്കെ കുറെ ഇങ്ങനെ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് പയറ്റുന്ന സമയത്ത് ബീഹാറിലെ BJP നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാണ്. അവര് കൃത്യമായിട്ട് വോട്ടുകൾ ചേർക്കുന്നു, വെട്ടേണ്ടത് വെട്ടുന്നു, കൃത്യമായിട്ട് BJP വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ BJP ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, കർഷകർക്ക് മോദി സർക്കാരിന്റെ ഭാഗത്ത് നേടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ, അതുപോലെ വിധവകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ, കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ, ഇതെല്ലാം ബീഹാറിലെ സാധാരണക്കാരായിട്ടുള്ള ഗ്രാമാന്തരങ്ങളിലേക്ക്, അവിടുത്തെ ജനങ്ങളുടെ കുടിലുകളിലേക്ക് എത്തുകയാണ്. ഇപ്പൊ കുടിലായിരുന്നു എന്നുണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റി അവിടെ വീട് വെക്കാനുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി, ഇതുപോലുള്ള എത്ര പദ്ധതി, കുടിവെള്ളമില്ലാത്ത പ്രദേശത്ത് കേന്ദ്ര സർക്കാരിന്റെ കുടിവെള്ള പദ്ധതികൾ എത്തുന്നു. എന്തെല്ലാം, ഗ്യാസ്, അമ്മമാർക്ക് ഏറ്റവും വലിയ സംവിധാനം ഇടുന്ന ഗ്യാസിന്റെ സൗജന്യമായിട്ട് ഗ്യാസ് സിലിണ്ടർ ലഭിക്കും. അങ്ങനെ നിരവധി എണ്ണിയാൽ തീരാത്ത രീതിയിലുള്ള ഒരുപാട് പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നു. കൂടാതെ ഗ്രാമാന്തരങ്ങളിലൂടെ പല ഹൈവേകൾ ഇങ്ങനെ പുതുതായി നിർമ്മിച്ച് കടന്നു പോകുന്നു. ഒരു ദിവസം എത്രയോ കിലോമീറ്ററുകളാണ് നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്നത് ഹൈവേ. അപ്പൊ ഇതെല്ലാം ജനങ്ങൾ കാണുകയാണ്. ബീഹാറിലെ ജനങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നത്. കാരണം ബീഹാറിന്റെ വികസനത്തിന്, ബീഹാറിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ അവിടെ BJP തന്നെ വരണമെന്ന് അവർക്കറിയാം. കാരണം വർഷങ്ങളായിട്ട് ഏതെങ്കിലും ഒരു പ്രാദേശിക പാർട്ടി മാത്രം ഭരിച്ചാൽ പോരാ, പ്രാദേശിക പാർട്ടിക്ക് അവിടെ മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനും അതിനെ മുന്നോട്ട് നയിക്കാനുമുള്ള കപ്പാസിറ്റി കേന്ദ്ര സർക്കാരുണ്ടാകണം. അവരുടെ പാർട്ടി അവിടെ വേണം, ആ ഭരണത്തിൽ പങ്കാളിയാകണം, അതിലൊരു സംശയമില്ല. അതുകൊണ്ട് ബീഹാറിലൊക്കെ ബുദ്ധിയും ബോധമുള്ള ആളുകൾ ഒരു കാരണവശാലും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വോട്ട് ചെയ്യില്ല. കാരണം അവര് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നറിയാം. അപ്പൊ ഇതാണ് അവസ്ഥ. ഈ നിലയിലേക്ക് ബീഹാറിലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം മാറുകയാണ്. പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക, ബീഹാർ ഇലക്ഷനിൽ BJP അധികാരത്തിൽ വരും, ഒരു തർക്കവുമില്ല.